നമസ്കാരം. ചോദ്യം ഉത്തരം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF മന്ത്രിസഭ ഒരു വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സർക്കാരിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചോദ്യോത്തരം പരിപാടിയിൽ സംസ്ഥാന പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രിയും CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ശ്രീ AK ബാലൻ. സ്വാഗതം ശ്രീ AK ബാലൻ. ഒരു സർക്കാരിനെ വിലയിരുത്താൻ ഒരു വർഷം എന്ന് പറയുന്ന ഒരു പ്രധാന കാലാവധി അല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എങ്കിൽ കൂടിയും ഈ സർക്കാരിൻ്റെ പ്രവർത്തനം ഏത് നിലയ്ക്ക് പുരോഗമിക്കും എന്നത് സംബന്ധിച്ചൊരു ദിശാബോധം സർക്കാരിന് കാണിച്ചു കൊടുക്കാൻ കഴിയും, തെളിയിക്കാൻ കഴിയും. അപ്പോൾ അത് സംബന്ധിച്ച് ഒരു നല്ല പ്രതീക്ഷയുടെ സന്ദേശം ജനങ്ങൾക്ക് നൽകാൻ ഈ സർക്കാരിൻ്റെ ആദ്യ വർഷത്തെ പ്രവർത്തനം കൊണ്ട് സാധിച്ചു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതിൽ ഒരു വർഷത്തെ പ്രവർത്തനമെന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര വിജയമാണ്. നിർഭാഗ്യവശാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ പൊതുസമൂഹത്തിൽ ഇതിൻ്റെ ഒരു പ്രചരണം എത്തിയിട്ടില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തോ പത്ര ദൃശ്യ മാധ്യമ മേഖല വേണ്ടപ്പെട്ട രൂപത്തിൽ ഈ പോസിറ്റീവായിട്ടുള്ള കാര്യവും കണ്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി ഇവിടെ യഥാർത്ഥത്തിൽ ഭരണഘടന ലംഘനമാണ് നടന്നത്, നീതി നിഷേധമാണ് നടന്നത്. ക്യാബിനറ്റിൽ വരുന്ന അജണ്ടകളൊക്കെ തന്നെ മിക്കതും ഔട്ട് ഓഫ് അജണ്ടയാണ്, ഡ്യൂ പ്രോസസ് ഓഫ് ലോയിൽ വരുന്നതല്ല. ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് കിടക്കുന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സബ് കമ്മിറ്റി വെച്ച് അതിൻ്റെ അന്വേഷണത്തിൻ്റെ റിസൾട്ട് ഇപ്പം വരാൻ പോകുന്നേ ഉള്ളൂ. അല്ല, അവിടെ അങ്ങനെ താങ്കൾ അത് ഉന്നയിച്ച സാഹചര്യത്തിൽ ചോദിക്കട്ടെ, താങ്കളുടെ നേതൃത്വത്തിലാണ് ആ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ കണ്ടെത്തൽ? അതേക്കുറിച്ച് യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ സർക്കാർ എടുത്ത തീരുമാനങ്ങൾ, തെറ്റായ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കും, അത് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരും എന്നൊരു ഉറപ്പ് നിങ്ങൾ നൽകിയിരുന്നു. ഒരു വർഷത്തിലൊന്നും സംഭവിച്ചില്ല എന്നല്ല. അതിൽ ഒരു 5 മാസം കൊണ്ട് ഞങ്ങളുടെ കമ്മിറ്റിയുടെ പ്രവർത്തനം പൂർത്തീകരിച്ച ഏതാണ്ട് 900 ചില്ലാനം ഫയലുകളാണ് ഞങ്ങൾ നോക്കേണ്ടി വന്നത്. അതിൽ ഗൗരവമായി നോക്കേണ്ടി വന്നിട്ടുള്ളത് ഒരു 700ഓളം ഫയലുകളാണ്. അതിൽ 117 എണ്ണത്തിലാണ് ഞങ്ങൾ ഇറഗുലാരിറ്റീസ് കണ്ടത്. അത് ഓരോരോ വകുപ്പ് പരിശോധിച്ചതിന് ശേഷം ആ വകുപ്പിൻ്റെ കൂടി അഭിപ്രായം തേടുന്നതിന് ക്യാബിനറ്റ് വിവിധ വകുപ്പുകൾക്ക് വിട്ടു. അതിനിപ്പോൾ അടുത്ത ക്യാബിനറ്റിലേക്ക് വരാൻ പോവുകയാണ്. ഇത്തിരി സമയം എടുത്തിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ സമയം എടുക്കേണ്ടി വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സൂക്ഷ്മമായ പരിശോധന നടത്താൻ നിർബന്ധിക്കപ്പെട്ടതാണ്. എല്ലാം നിയമവ്യവസ്ഥക്കെതിരായിരുന്നു. അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. മുൻ മന്ത്രിയുടെ മണ്ഡലത്തിൽ റവന്യൂ ഭൂമി തന്നെ ഇല്ല എന്ന് പറയുക. കാരണം അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ള ജാതിമത സംഘടനകൾക്കൊക്കെ ഏതാണ്ട് വീതിച്ച് കൊടുത്തിട്ടുള്ളതാണ്. സ്വജനപക്ഷപാതം, അഴിമതി, ഇങ്ങനെ ജനങ്ങൾക്ക് അങ്ങ് മനസ്സങ്ങ് മടുത്തു പോയ ഒരു സാഹചര്യം ഈ കേരളത്തിൽ ഇന്നേ വരെ കഴിഞ്ഞ UDFൻ്റെ കാലഘട്ടത്തിലല്ലാതെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതിനെ നേരെയാക്കുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ളൊരു ജോലിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ എന്താ ഞങ്ങളുടെ കയ്യിലുള്ളത്? 13,000 കോടി രൂപ റവന്യൂ കമ്മി, 1.25 ലക്ഷം കോടി പൊതു കടം. ഇത്തരമൊരു സാഹചര്യത്തിൽ അധികാരത്തിൽ വന്ന LDF ഗവൺമെൻറ്റിന് ഈ ഭരണത്തെ റെയിലിൻ്റെ മുകളിലാക്കുക എന്നുള്ളത് ശ്രമകരമായൊരു ജോലിയാണ്. അല്ല, അത് വളരെ ശരിയാണ്. അതായത് ഇപ്പോൾ താങ്കളുടെ സർക്കാരിലെ ധനമന്ത്രി തന്നെ പറഞ്ഞൊരു കാര്യം വെച്ചാൽ LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഖജനാവിന് മിച്ചം എന്ന് പറയുന്നത് 1600 കോടി രൂപയാണ്. അതായത് കരാറുകാർക്ക് പോലും പണം നൽകാൻ കഴിയാത്തൊരു സ്ഥിതിയിൽ ഖജനാവ് നിൽക്കുന്നു. കഴിഞ്ഞ സർക്കാരാണ് ബാർ നിരോധനം നടപ്പാക്കിയതെങ്കിലും അതിൻ്റെ ബാധ്യത മുഴുവൻ അനുഭവിക്കേണ്ടി വന്നത് പുതിയ സർക്കാരിനാണ്. കാരണം അവിടെ നിന്നുള്ള വിറ്റുവരവോ റവന്യൂ ഇല്ലാതായി. ഇതിനൊക്കെ പുറമെയാണ് കഴിഞ്ഞ വർഷം നമ്മൾ സാക്ഷ്യം വഹിച്ച നോട്ട് നിരോധനം ഉണ്ടായത്. അപ്പോൾ ഈ അർത്ഥത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആ പ്രതിസന്ധികളൊക്കെ ഈ സർക്കാർ അതിജീവിച്ചു എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലെത്തിയിട്ടുണ്ടോ? സാമ്പത്തിക പ്രതിസന്ധി നന്നായിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. വരവും ചെലവും ഒത്തുപോകുന്നതല്ല നമ്മുടെ കേരളത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ പൊതുസ്ഥിതി. അത് വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം നമ്മുടെ കേരളത്തിൽ നടത്താൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ പശ്ചാത്തല മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് നമ്മുടെ NH നവീകരണമാണ്. NH നവീകരണത്തിനുള്ള നടപടിയെടുത്തു. ഇതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പ്രകൃതിവാതക പൈപ്പ് ലൈൻ. അത് ഗെയിലിൻ്റെതാണ്. അവർ വിട്ടുപോകാൻ തീരുമാനിച്ചതായിരുന്നു മടുത്തിട്ട്. ഇപ്പോൾ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻറ് കാട്ടിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള നിലപാടിൻ്റെ ഭാഗമായി
ഗെയിലുകാരോട് നിങ്ങൾ ചോദിക്കുക, അവർക്കെന്തൊരു സന്തോഷമായിപ്പോൾ. പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഇപ്പോൾ മലയോര ഹൈവേക്ക് ഏതാണ്ട് ഒരു 3500 കോടി രൂപ വേണം. തീരദേശത്തിന് ഒരു 6500 കോടി വേണം. 10,000 കോടി വേണം. നമ്മുടെ ബഡ്ജറ്റ് വെച്ചിട്ട് കഴിയുമോ? ഈ കിഫ്ബി വഴി ഈ 2 പദ്ധതികളും ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. കിഫ്ബി വഴിയാണ് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരിക. ഏതാണ്ട് 50,000 കോടി രൂപയുടെ വളരെ അംബീഷ്യസ് ആയിട്ടുള്ളൊരു പദ്ധതിയാണ് ധനമന്ത്രി കൺസീവ് ചെയ്തത്, ഈ സർക്കാർ കൺസീവ് ചെയ്തത്. അതൊക്കെ ശരിയാണ്. പക്ഷേ കിഫ്ബി എന്ന് പറയുന്നത് ഈ നിമിഷം വരെ ടേക്ക് ഓഫ് ചെയ്തിട്ടില്ല എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അപഹസിക്കപ്പെടുകയാണ്. അതെ, അത് ഞങ്ങൾ അവരോട് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ കിഫ്ബി വഴിയുള്ള ഒരു പദ്ധതി ഞങ്ങളുടെ മണ്ഡലത്തിൽ വേണ്ടെന്ന് അവർക്ക് പറയാൻ പറ്റുമോ? ഇവിടെ ഇതൊരു പുതിയ സംവിധാനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ത്യ രാജ്യത്തിലെ അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധന്മാരെയും ധനകാര്യ വിദഗ്ധന്മാരെയും വെച്ചുകൊണ്ട് ഞങ്ങൾ കമ്മിറ്റി ഉണ്ടാക്കി, നിയമം കൊണ്ടുവന്നു, നിയമം പാസ്സായി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഏസ് കൊടുത്ത് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ കിഫ്ബി ബോർഡ് ചേരാൻ പോവുകയാണ്. ഇപ്പോൾ സാധാരണ നിലയിൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രകൃതി നിയമം ഒരാളിപ്പോൾ ഗർഭം ധരിക്കുന്നു, ഇപ്പോൾ പ്രസവിക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. ഒരു 9 മാസവും 7 ദിവസവും വയറ്റിൽ കിടക്കേണ്ട കുട്ടി, എന്നാലല്ലേ നോർമൽ ഡെലിവറി വരൂ. ഒരു പ്രിമേച്ചർ ഡെലിവറി ആണെങ്കിൽ ചിലപ്പോൾ ജീവിക്കും, ചിലപ്പം ജീവിക്കില്ല. അപ്പോൾ നമുക്കൊരു പീരീഡുണ്ട്, ഒരു പ്രകൃതി ശാസ്ത്രമാണ്. ഈ ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഈ പ്രക്രിയകളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാക്കാൻ ഇത്തിരി സമയം പിടിച്ചു. അത് ഇപ്പോൾ ഇതാ റെയിലിലേക്ക് പോവാണ്. ഈ ഒരു വർഷം എന്ന് പറയുന്നത് 17-18 വർഷം എന്ന് പറയുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന വർഷമായിരിക്കും. ശരി, ഞാനത് സമ്മതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 17-18 ഒരു നല്ല തുടക്കമാണെന്ന് നിങ്ങൾ വിലയിരുത്തുമ്പോഴും ആ തുടക്കത്തിലെ നേട്ടങ്ങൾ മുഴുവൻ നിഷ്പ്രഭമാക്കുന്ന പല വിവാദങ്ങളിലേക്ക് ഈ സർക്കാർ ചെന്നുവിട്ടു. ഞാനൊരു ഉദാഹരണം പറയാം. ഈ സർക്കാരിൻ്റെ തുടക്കത്തിൽ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചുകൊണ്ട് പറഞ്ഞത് ഓരോ ഫയലും ഓരോ ജീവിതമാണ്, അത് കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നാണ്. പക്ഷേ ചരിത്രത്തിലാദ്യമായി അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, ചരിത്രത്തിലാദ്യമായി IASകാർ സമരം പ്രഖ്യാപിച്ചു, കൂട്ടവധിയിലേക്ക് പോയി അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയപ്പോൾ തന്നെ ഈ സർക്കാരിൻ്റെ ചലനാത്മകതയെ അത് ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ IASകാരുടെ മാനസികമായിട്ടുള്ള അവസ്ഥ തങ്ങൾ ഏതെങ്കിലും IASകാരനോട് ചോദിക്കൂ. വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അവർ ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതും കാണുന്നതും. അവർക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് പരിഹരിക്കുകയും ചെയ്തു ഗവൺമെൻറ്. IASകാർക്ക് യാതൊന്നും ഉണ്ടായിട്ടില്ല. IAS തലത്തിലോ ഉദ്യോഗ തലത്തിലോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അല്ല, ശ്രീ AK ബാലൻ, അതായത് നിങ്ങളുടെ സർക്കാർ ജേക്കബ് തോമസിനെ വിജിലൻസ് ഡയറക്ടറായി വെക്കുന്നു. ജേക്കബ് തോമസ് പ്രധാനപ്പെട്ട IAS ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് നീക്കം നടത്തുന്നു. ഒരു പ്രധാനപ്പെട്ട IAS ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. ഇതെല്ലാം IAS ഉദ്യോഗസ്ഥരെ അവരുടെ പ്രവർത്തനശേഷിയെ ബാധിക്കുന്നു. ഇനി ഏതെങ്കിലും തരത്തിലൊരു ഫയലിൽ ഒപ്പിട്ട് പോയാൽ നാളെ ഞാൻ വിജിലൻസ് കേസിൽ പ്രതിയാകും എന്നുള്ളതുകൊണ്ട് അവർ ഫയലുകളിൽ ഒപ്പിടാൻ വിസമ്മതിക്കുന്നു. ഫയലിൻ്റെ നീക്കത്തെ അത് ബാധിക്കുന്നു. ഇതൊക്കെ സർക്കാരിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ ചലനാത്മകതയെ ബാധിച്ചു എന്നൊരു ശക്തമായ വിമർശനമുണ്ട്. തെറ്റാണത്. അങ്ങനെയുള്ള യാതൊന്നും ഉണ്ടായിട്ടില്ല. വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വിജിലൻസ് ഡയറക്ടർമാർക്ക് അവരുടേതായിട്ടുള്ള മൗലികമായിട്ടുള്ള കാഴ്ചപ്പാടിലുള്ള ഒരു ഇടപെടലുണ്ടാവും. അതിപ്പോൾ എന്നെ ഏൽപ്പിക്കുന്ന ഒരു വകുപ്പ്, ആ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ എൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടാവും. അത് ഒരു രൂപത്തിലും വേറെ ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെയോ അല്ലെങ്കിൽ ഒരു വകുപ്പിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെയോ ഒരിക്കലും തടസ്സപ്പെടുത്തുന്നതല്ല. ഹൈക്കോടതി വരെ ചോദിച്ചല്ലോ കേരളത്തിൽ വിജിലൻസ് രാജാണോ നടക്കുന്നത് എന്നുള്ള ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വരെ ഉണ്ടായി. അപ്പോൾ അത്തരത്തിൽ ഒരു ചോദ്യം കോടതി വരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ഒരു വിജിലൻസ് ഡയറക്ടർ ചില IAS ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നീക്കം നടത്തുന്ന ഒരാളാണ് അല്ലെങ്കിൽ വൈരാഗ്യ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്ന് വരികയാണെങ്കിൽ സ്വാഭാവികമായും അവരുടെ പ്രവർത്തനശേഷി അത് ബാധിക്കുമല്ലോ. എന്തായാലും ആ പ്രശ്നമില്ല. ആ പ്രശ്നം ഇല്ലാതാക്കിയത് ജേക്കബ് തോമസിനെ നിർബന്ധിത അവധിയിലേക്ക് പോകാൻ സർക്കാർ തന്നെ തീരുമാനമെടുത്തതുകൊണ്ടാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അത്തരം തീരുമാനങ്ങൾ തുടക്കത്തിൽ തെറ്റായിപ്പോയോ? അത് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഴിമതി കൊണ്ട് നിറഞ്ഞ ഒരു ഭരണ സംവിധാനമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ജേക്കബ് തോമസിനെ സംബന്ധിച്ച് ആരും അഴിമതി ആരോപണം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു മൗലികമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അക്കാര്യത്തിൽ അദ്ദേഹം എടുക്കുന്ന സമീപനത്തെ സംബന്ധിച്ച് വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വിവിധ അഭിപ്രായങ്ങളെ സംബന്ധിച്ച് ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നു. തുടർന്ന് അദ്ദേഹം അവധിയിലേക്ക് പോയി. ഇപ്പോൾ വിജിലൻസിനെ സംബന്ധിച്ച് ആക്ഷേപം ഇല്ലല്ലോ. പിന്നീട് വരുന്നൊരു വലിയ തർക്കം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ തീർച്ചയായിട്ടും അധികാരത്തിൽ വരുന്ന സർക്കാരിന് അവരുടെ പ്രധാന ചുമതലകൾ നിർവഹിക്കേണ്ട ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. ഓരോ സർക്കാരും അവരുടെ വിശ്വാസമുള്ള ഉദ്യോഗസ്ഥരെ തന്നെയാണ് പ്രധാന ചുമതലകളിലേക്ക് കൊണ്ടുവരിക. അതൊക്കെ ഒരു കീഴ്വഴക്കം പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ TP സെൻകുമാറിനെ നിങ്ങൾ മാറ്റുന്നു, പിന്നീട് അദ്ദേഹം കോടതിയിലേക്ക് പോകുന്നു, സുപ്രീം കോടതി ആ നടപടി തെറ്റാണെന്ന് പറയുന്നു. എന്നിട്ടും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു ഒരു താല്പര്യമില്ലായ്മ വീണ്ടും സർക്കാർ കാണിക്കുന്നു. വീണ്ടും ഒരു ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നു. ഇതൊക്കെ വൈരാഗ്യ
വൈരാഗ്യ ബുദ്ധിയോടുകൂടി, ചില ഉദ്യോഗസ്ഥരോട് വൈരാഗ്യ ബുദ്ധിയോടുകൂടി പെരുമാറുന്നു എന്നുള്ള മറ്റുള്ള ഒരു ചർച്ചയ്ക്കിട നൽകുന്നു. അപ്പോൾ അതൊക്കെ ഒരു സർക്കാരിന് ഭൂഷണമായ കാര്യമാണ്. അല്ല, അങ്ങനെ ഒരു ആശങ്കയും അതുപോലെ തന്നെയുള്ള ഒരു വിവാദവും കുറച്ച് ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിങ്ങൾ നല്ല രൂപത്തിൽ മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണോ അതോ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 കോടതി വിധി ഗവൺമെന്റിന് അനുകൂലമാണ്. CAT ഗവൺമെന്റിന് അനുകൂലമാണല്ലോ, ഹൈക്കോടതിയും അനുകൂലമാണല്ലോ. അതിനുശേഷം സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിന് പല കേസുകൾ സംഭവിക്കുന്നതാണ്. സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള വിധി വന്നു. അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള വിധി വരുമ്പോൾ ആ വിധി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന് ഉണ്ടാകുന്ന ചില അപ്രിഹെൻഷൻസ് ഉണ്ട്. അത് ക്ലാരിഫിക്കേഷൻസ് ചോദിക്കാൻ ഒരു അപരാധമാണോ? അതൊരു ഇൻഡിവിജ്വൽ ആയാലും ഒരു സ്ഥാപനമായാലും അതിനുള്ള അധികാരമില്ലേ? അത് ഗവൺമെന്റ് ഇൻവോക്ക് ചെയ്തു, ഗവൺമെൻറ് അത് ഉപയോഗപ്പെടുത്തി. അതിന് പോലും അധികാരം സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിനില്ല എന്ന് പറയാൻ നിങ്ങൾക്കെന്ത് അധികാരം? ആർക്കെങ്കിലും അതിനുള്ള അധികാരമുണ്ടോ? അത് ഞങ്ങൾ എൻ്റർടൈൻ ചെയ്യില്ലേ? അതിലെന്താ ഒരു തെറ്റ്? അല്ല, കുഴപ്പമില്ല, നിങ്ങളത് എൻ്റർടൈൻ ചെയ്തോളൂ, നിങ്ങളത് ഇൻവോക്ക് ചെയ്തോളൂ, നിങ്ങൾ ക്ലാരിഫിക്കേഷൻ വേണ്ടി പൊക്കോളൂ. അതിനുശേഷം സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള DGP ആണ്. ആ DGP സർക്കാരും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഇപ്പം ഞങ്ങൾ അറിയുന്ന വാർത്ത എന്ന് പറയുന്നത് പോലീസ് ആസ്ഥാനത്ത്, അത് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതല്ലോ, പോലീസ് ആസ്ഥാനത്ത് മുതിർന്ന ഉദ്യോഗസ്ഥർ തമ്മിൽ വാക്കേറ്റവും തർക്കവും നടക്കുന്നു എന്നാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുടെ അതിൻ്റെ മുഖ്യ ചുമതല വഹിക്കുന്ന ഒരാൾ സർക്കാരിനെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഭൂഷണമാണോ? അങ്ങനെയുള്ള ഒരു സാഹചര്യമില്ല. പിന്നെ DGP ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടു, മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനത്തിനപ്പുറം അല്ലെങ്കിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനത്തിനപ്പുറം ഗവൺമെൻറ് പോയിട്ടില്ല, അദ്ദേഹവും പോയിട്ടില്ല. അല്ല, ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ അദ്ദേഹം ഒരു ഉത്തരവുണ്ടാക്കുക, ആ ഉത്തരവ് പിന്നീട് റദ്ദാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക, അല്ലെങ്കിൽ മരവിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുക. എപ്പോഴും DGPയും ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല നിർവഹിക്കുന്ന മുഖ്യമന്ത്രിയും നേർക്കുനേർ നിൽക്കുന്നു എന്നൊരു സാഹചര്യം വന്നാൽ അത് ശരിയായൊരു സാഹചര്യമാണോ? അതാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. അല്ല, അങ്ങനെയുള്ളൊരു പ്രശ്നം ഇപ്പം ഇല്ലല്ലോ. ഇപ്പോൾ സെൻകുമാറിനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് യാതൊരു വിയോജിപ്പുണ്ടായിട്ടില്ല. അയാൾ എഫിഷ്യൻ്റായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. പക്ഷേ ഒരു ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് നിന്ന് ഒരാളെ മാറ്റുക എന്നുള്ളത് സാധാരണ നിലയിൽ നടക്കുന്നൊരു പ്രക്രിയയാണ്. അതിനേക്കാൾ അപ്പുറം യാതൊന്നും അതിലുണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു സർക്കാർ മോശമാണ് എന്ന് വരുത്തി തീർക്കണമെങ്കിൽ ആദ്യം ഉന്നയിക്കാവുന്നൊരു വിമർശനം എന്ന് പറയുന്നത് ക്രമസമാധാന നില തകർന്നു, പോലീസിൻ്റെ ഭരണം ശരിയല്ല എന്നുള്ളതാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പല കേസുകളിലായി പോലീസിന് വീഴ്ച പറ്റിയെന്ന് സർക്കാരിന് തന്നെ സമ്മതിക്കേണ്ടി വരുന്നു. ആ സാഹചര്യത്തിലാണ് ഞാൻ ഈ പറയുന്നത് ആഭ്യന്തര വകുപ്പും DGPയും തമ്മിൽ സംഘർഷത്തിലായിരിക്കും കൂടി ചെയ്തിരിക്കുന്നു. അത് ഏത് ഗവൺമെൻറ് വന്നു കഴിഞ്ഞാലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ചില വീഴ്ചകൾ സ്വാഭാവികമായിട്ടുണ്ടാകാറുണ്ട്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി. അല്ലല്ല, ഒരു വർഷത്തിനകത്ത് ഒറ്റപ്പെട്ടതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഒരു പ്രമുഖ നടി ആക്രമിക്കപ്പെടുന്നു, ശരി, ആ ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ആ പ്രതി വളരെ നിസ്സാരമായി രക്ഷപ്പെടുകയാണ്. ഒരാഴ്ച എടുത്തു ആ പ്രതിയെ പിടികൂടി എന്നുള്ളൊരു നേട്ടമായിട്ട് പറയാമെങ്കിൽ കൂടിയും വീഴ്ച വരുന്നു. അതേപോലെ തന്നെ മറൈൻ ഡ്രൈവിൽ വീഴ്ച പറ്റിയെന്ന് മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചു. കാരണം അവിടെ വന്നിരുന്ന പെൺകുട്ടികളെയൊക്കെ ശിവസേനക്കാർ വടിയെടുത്ത് അടിച്ച് ഓടിക്കുന്ന സംഭവം ഉണ്ടായി. താങ്കൾ വരുന്ന പാലക്കാട്ട് 2 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഉണ്ടായി പീഡനത്തിന് വിധേയമായിട്ട്. കുണ്ടറയിൽ ഒരു പീഡന കേസിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് സമ്മതിക്കേണ്ടി വരുന്നു. UAPA ചുമത്തുന്ന കാര്യത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് സമ്മതിക്കേണ്ടി വരുന്നു. പിന്നീട് അത് തിരുത്തേണ്ടി വരുന്നു. അപ്പോൾ ഒരു വർഷത്തിനകത്ത് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഈ സാധാരണ നിലയിൽ ഇത്തരം ഒരു സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ആ ക്രൈമിനോട് ഗവൺമെൻറ് എടുക്കുന്ന സമീപനമാണ് പ്രശ്നം. ഇപ്പോൾ ഒരു ശക്തമായിട്ടുള്ളൊരു നിലപാട് നമ്മൾ എടുത്താൽ തന്നെ നാളെ ഈ ക്രൈം ഉണ്ടാവില്ല എന്നുള്ള എന്തെങ്കിലും തെളിവുണ്ടോ? മിനിഞ്ഞാന്ന് UP നടന്ന സംഭവം എന്താ? ഇവിടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരാഴ്ചക്കുള്ളിൽ പ്രതിയെ പിടിച്ചു എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള കാര്യമാണോ? നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നില്ലേ? ഞാൻ അന്ന് ആ സമയത്ത് തന്നെ പറഞ്ഞാണ്, ഉടുമ്പിനെ മാളത്ത് നിന്ന് തീ വെച്ചിട്ട് പുറത്തേ അടിക്കുന്നത് പോലെ പ്രതിയെ ചാടിക്കുന്നു. 6ാമത്തെ ദിവസം ഞങ്ങൾ പിടിച്ചില്ലേ? 6ാമത്തെ ദിവസം പ്രതിയെ പിടിക്കുന്നത് ഒരു സാധാ നിലയിൽ ഇത്തരം കൃത്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മാളവും ഒരുക്കുന്ന സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അതിൻ്റെ പിന്നിൽ കുറേ ശക്തികളുണ്ടല്ലോ. ഇതൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ പിടിച്ചില്ലേ?